ഈ നെൽപ്പാടങ്ങളും കായലുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കേരളം അല്ലേ? അതൊക്കെ ഇടിച്ച് നിരത്തി ഫ്ലാറ്റ് പണിതിരിക്കുക. എന്താ കൂട്ടുകുടുംബങ്ങൾ വരെ ഫ്ലാറ്റുകളിലേക്ക് താമസം മാറി അല്ലേ? ഫ്ലാറ്റ് ആയാലും എന്താ ഒരു സെക്യൂരിറ്റിയും വേണം അല്ലേ? എന്നാൽ ഇതിലുമുണ്ട് വേഷം കിട്ടുന്ന വിദ്വാന്മാര്. ഇങ്ങോട്ട് പോകാനാ ഇവിടെ വരെ വന്നിട്ട് അവനെ അങ്ങോട്ട് പോയി. നല്ല അസല് പാട്ട്. ഈ സമയത്തോടെ പാട്ട് വെക്കാൻ ആരാ? കുട്ടിക്കാട്ടിലാരാ പാട്ട് വെക്കാൻ? അതന്നെ ഞാനും ചോദിച്ചു. അവൻ ഇവിടെ എവിടെയുണ്ട് നോക്കിക്കേ. എന്നാൽ ഇവിടെ വരെ വന്ന അവന് അങ്ങോട്ട് പോയി. ഇനി അവനെ തപ്പിട്ട് കാര്യമില്ല, അവനവന്റെ പാട്ടിന് പോയെന്ന് തോന്നുന്നു. എന്നാലും അവൻ പട്ടാപ്പകള് തന്റെ വീട്ടിൽ കയറി ടേപ്പ് റെക്കോർഡർ പൊട്ടിച്ചല്ലോ. അവന്റെ ധൈര്യം സമ്മതിക്കണം. ഞാൻ വീട്ടിലിരുന്ന് പാട്ട് കേട്ടോണ്ടിരുന്നാണ്. കേട്ട് കേട്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. താൻ ഏത് പാട്ടാ കേട്ടോണ്ടിരുന്നത്? ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ. വന്നത് നായകനല്ല, വന്നത് കള്ളനാ. ആണല്ലേ? ഈ പാട്ട് കേട്ടോണ്ടിരുന്ന സമയത്ത് താനൊന്ന് ഉറക്കത്തിന്ന് ഉണർന്നായിരുന്നെങ്കിലേ തന്റെ ടേപ്പ് റെക്കോർഡ് പോവില്ലായിരുന്നു. എല്ലാവരും കൂടെ എന്നെ കുറ്റം പറയാതെ കള്ളനെ തപ്പാൻ നോക്കുന്നു. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവൻ ഈ മതിൽ ചാടി കിടക്കാനാ സാധ്യത. വാ നോക്കാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ MGM നഗറിൽ കള്ളന്മാർ ഇന്നും ഇന്നലെ കയറാൻ തുടങ്ങിയതല്ല. കള്ളന്മാർ കയറി മോഷണം നടത്താൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതിനെതിരെ നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ കള്ളന്മാരുടെ മോഷണത്തിന് പുറകില് ഈ അസോസിയേഷൻ പ്രസിഡന്റിന്റെ കറുത്ത കരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞ പ്രസിഡന്റിനെ നിഷേധിക്കാൻ പറ്റുമോ? ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കരുത്. കഴിഞ്ഞ തവണ എന്നോട് മത്സരിച്ച് തോറ്റതിന്റെ വൈരാഗ്യം തീർക്കാനല്ലോ താൻ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കണേ. മാസങ്ങളായി ഒരു ഗൂർഖനെ ഇയാൾ കൊണ്ടെത്തരാന്ന് പറഞ്ഞിട്ട്. എടോ എവിടെടോ ഗൂർഖ? എടോ ഈ ഗൂർഖ എന്ന് പറയണതേ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടുന്ന കൂർക്കയല്ല. പ്രിയമുള്ളവരെ, ഒരു ഗൂർക്കയെ സംഘടിപ്പിക്കാൻ അതിൻ്റെതായ ഒരു താമസമൊക്കെ ഉണ്ട്. ഇയാൾ ഗൂർഖനെ സംഘടിപ്പിച്ചിട്ട് വരുമ്പോഴേക്കും ഈ കോളനി കള്ളന്മാർ കാലിയാക്കിയിട്ടുണ്ടാവും. ഡൊമിനിക്ക് പറഞ്ഞാലും കാര്യമുണ്ട്. ഇന്ന് എന്റെ വീട്ടിലെ ടൈപ്പ് റെക്കോർഡറാ പോയത്. നാളെ പ്രസിഡന്റിന്റെ വീട്ടിലെ ടൈപ്പ് റെക്കോർഡറായിരിക്കും പോണത്. എന്റെ വീട്ടിൽ നിന്നേ ടേപ്പ് റെക്കോർഡർ പോകൂല. അതെന്താ? എന്റെ വീട്ടിലെ CD പ്ലെയറാ. CD പ്ലെയറും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. എന്നാ ഈ നാട് രക്ഷപ്പെട്ടു. അതെങ്ങനെ രക്ഷപ്പെടും? കള്ളം വന്ന് പ്രസിഡന്റിനെ കട്ടോണ്ട് പൊക്കോളൂല്ലോ. അങ്ങനെ ഞാൻ എന്നെ കൊച്ചാക്കണ്ട. ഈ പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. ഗൂർഖാനെ ഈ ആഴ്ച തന്നെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. കാണാം 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 കാണണം കാണും. मैं हूं गूर्खा, 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 मैं हूं गूर्खा. ഓക്കെ. അപ്പൊ ഗൂർഖയുടെ പേരെന്താ? കുഞ്ഞപ്പൻ. അയ്യോ എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഗൂർഖയാണെന്ന്. അതൊക്കെ വായിൽ വരുന്ന പേരല്ലേ പറയാൻ പറ്റുള്ളൂ. വായിൽ വരണം. വായിൽ വന്നില്ലെങ്കിലേ നാട്ടുകാരുടെ വാലിക്കണം ഞാൻ കേൾക്കേണ്ടി വരും. അപ്പൊ ഇന്നു മുതൽ നീ मैं हूं गूर्खा. ഗൂർഖയാണ്. സാറേ, എനിക്ക് എന്തായിരുന്നു പണി? നിനക്ക് മീൻ കച്ചവടം ആണല്ല. ഇന്നു മുതൽ ഞാൻ ഗൂർഖയല്ലേ. അപ്പൊ അവസാനമായിട്ട് എനിക്ക് എന്റെ മീൻ കച്ചവടം ഒന്ന് കൂവി വിളിച്ചാൽ കൊള്ളാന്നുണ്ട്. നീ കൂവി വിളിച്ചോ? വിളിച്ചോട്ടെ? വിളിച്ചോ. ചാള ചാളേ പൂയ്, അയലേ അയലേ പൂയ്, ചാളേ. നിർത്ത്. ഇതാണ് നമ്മുടെ കോളനി. ഇതോ? അതെ. നീ ഇവിടെ വന്നെന്ന് നാട്ടുകാരൊക്കെ അറിയട്ടെ. നിന്റെ അഭ്യാസം അങ്ങ് തുടങ്ങട്ടെ. അയ്യോ ഇതിപ്പോ പറയാനുള്ളതല്ല. ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ മാത്രം പറഞ്ഞാ മതി. അതപ്പ പറഞ്ഞ ആദ്യം പറയണ്ടേ? വേണ്ട. ഒരു പട്ടീനെ കണ്ട് പേടിക്കുവെന്ന് പറഞ്ഞ ഒരു കൂർക്കയല്ലേ നീ? ധൈര്യം വേണം. തുടങ്ങിക്കോ.
എന്തെല്ലാവരും വായും പൊളിച്ച് നോക്കിക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞ ഗൂർക്ക. ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? കാണിച്ചു തരാം. ദേ, കണ്ടോ, നല്ല അസല് ഗൂർക്ക. നിങ്ങളുടെ ഈ പ്രസിഡന്റ് ഒരു കാര്യം ഏറ്റാ അത് ഏറ്റതാ. അതിരിക്കട്ടെ, ഗൂർക്കയുടെ നാടെവിടെ? നേപ്പാൾ മേം. നേപ്പാൾ മേമിലെവിടെ? എടപ്പാൾ ഹേ. എടപ്പാള? ഭോപ്പാൽ ഹേ. ഓ, ഗൂർക്കയുടെ പേരെന്നാ? മേഹും സുന്ദർ സിംഗ് ഹേ. ഏ? ഹൈ. കലക്കി. ഓഹോ. കയ്യാ? ഹ, കൈ. എടോ തന്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛൻ ഭീം സിംഗ് ഹേ, അമ്മ ജാൻസി റാണി. ഝാൻസി റാണിയാ? അല്ലല്ല, ബീൻസി റാണി. ആ, അല്ല, ഇയാളെങ്ങനെ മലയാളം പഠിച്ചു? തപാല് വഴി. തപാൽ വഴി എങ്ങനെ മലയാളം പഠിച്ച്? ആ, പണ്ടാണല്ലോ എല്ലാവരും തപാൽ വഴി എഴുത്തൊക്കെ എഴുതുന്നത്. ഇപ്പൊ അവർക്ക് പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലാവരും മൊബൈലല്ലേ. അപ്പൊ ഈ തപാൽ ഓഫീസിൽ ഇരിക്കുന്നവർക്കൊന്നും പണിയില്ല. നമ്മൾ അവിടെ ചെന്ന് ഏത് ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞാൽ മതി, അവരപ്പം പഠിപ്പിച്ചു. കാലത്തിന്റെ ഒരു പോക്കേ. ഏതായാലും നല്ല ആസാലെ ഗൂർക്ക. വിട്ടളിയ. നിർത്ത്, ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല ഗൂർക്കേ, ഗൂർക്ക ഇതിനു മുമ്പ് വല്ല കള്ളന്മാരെ പിടിച്ചിട്ടുണ്ടാ? പിടിച്ചിട്ടുണ്ടോന്നോ? പണ്ട് ഞാൻ നേപ്പാളിൽ ജോലി ചെയ്യുന്നിടത്ത് ഒരു പുഴയുണ്ട്. ആ പുഴയുടെ കരയിൽ വെളുപ്പിന് ഒരു 4 മണി മുതൽ ഞാൻ കള്ളനെ പിടിക്കാനായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കും. അത് ശരിയാ. പുലർച്ചെയാകുമ്പോ കള്ളന്മാരെ തൊണ്ടിയോടുകൂടി പൊക്കാലാ. അത് ശരിയാ. അങ്ങനെ ഒരു 10, 10:30, 11, ഒരു 12 മണിയാകുമ്പോഴേക്കും ഒരു 15 കള്ളനെങ്കിലും ഞാൻ പിടിച്ചിരിക്കും. 15 കള്ളന്മാരാ? ആ. ഈ 15 കള്ളന്മാരൊക്കെ പിടിച്ച് ഇവന്മാരൊക്കെ കൂടി എങ്ങനെ കൊണ്ടുപോകും? നിസ്സാരമല്ലേ. ഒരു പച്ചയിറക്കിൽ എങ്ങ് ഓടിച്ചിട്ട് അതിന്റെ ചെകളെ അങ്ങോട്ട് പൊക്കിട്ട് കോർത്ത് തോളത്തിട്ട് മീനെ അല്ല വീണേ വീണയല്ല, തബല. നീ ഇത് മൊത്തം കൊളാക്കോടാ. അതെ, നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. മോഹൻലാൽ പറഞ്ഞതുപോലെ നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കൊള്ളൂ. അതിർത്തിയിൽ ഞാൻ നിങ്ങൾക്ക് കാവലായുണ്ട്. പ്രസിഡന്റ് കണ്ടോടോ, എന്തൊക്കെ വന്നാലും നിങ്ങൾ കാലക്കിട്ടുണ്ട്. ഇയാളിത് എന്തൊക്കെയാണ് ഈ കാണിക്കണത്? കാലത്തെന്താണ് ഒച്ചയമ്പകളൊക്കെ? അല്ല സാറേ, രാവിലെ ഒരു എക്സസൈസ്, ഈ കള്ളനെയൊക്കെ പിടിക്കാൻ ഒരു ഇത് വേണ്ടേ? അതെന്തെങ്കിലും ആവട്ടെ. രാവിലെ 10 മണിക്ക് ഞാൻ അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് പച്ചക്കറി മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു 11, 11:15 ആകുമ്പോ അതെല്ലാം കൂടി എടുത്ത് ഇവിടെ കൊണ്ട് കൊടുത്തേക്കണം. പിന്നെ പ്രത്യേക ഒരു കാര്യം, അകത്ത് കയറണ്ട, ആ ഗേറ്റിന് വെളിയിൽ വെച്ചാൽ മതി. ഷേർലി വന്നെടുത്തോളൂ. അതെന്താ സാർ അങ്ങനെ? എടാ, ആണുങ്ങളില്ലാത്ത വീടാണിത്. സാറിനാണല്ലേ? ഞാനിപ്പം അങ്ങ് പോകും. ദേ, ആ കാണുന്നതാണ് എൻ്റെ വീട്. ഒന്ന് മാറിക്കേ. അയ്യോ കുഴി. അത് ശരി. അയ്യോ അയ്യോ അയ്യോ, നാട്ടുകാരെ, 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 ഓടി വരണേ. കള്ളം കയറി എല്ലാം കൊണ്ടുപോയി. എന്റെ ഭാര്യനെ കൊണ്ടുപോയോ? ഇവിടെ ഒരുത്തരുണ്ടായിരുന്നല്ലോ ഒരു ഗൂർഖയായിട്ട്. അവനെവിടെ? സുന്ദർ. താനിവിടെ പോയി കിടക്കും. ഞാൻ ചോറ് പിടിക്കാൻ. ചോറുണ്ണാൻ പോയെന്ന് പറഞ്ഞാൽ കറക്റ്റ്. താൻ ഇവിടെ വന്നിട്ട് 1 മാസമായി. ഒരു കള്ളനെങ്കിലും താൻ പിടിച്ചിട്ടുണ്ടോ? ഇയാളൊക്കെ ഇവിടുന്ന് പിരിച്ചുവിടണം. ഈ കോമാളിനെക്കാരെ ജോലിക്ക് ഈ ഗൂർഖ കുഞ്ഞപ്പൻ അല്ല, ഈ ഗൂർഖ സുന്ദർ സിംഗ് ആരാണെന്ന് നിങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നു മുതൽ എനിക്ക് ഉറക്കമില്ല. ഇത്രയും കാലം ഇയാൾ ഉറക്കമായിരുന്നു. അതല്ലാന്ന്, ഒരു കള്ളനെ പിടിക്കാതെ ഈ ഗൂർഖ രാം സിംഗ് ഉറങ്ങില്ലെന്ന്. രക്ഷപ്പെട്ട്. ഇനി ഒരു കള്ളനെ ഞാൻ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കും എന്റെ ഭഗവാനെ? തനിക്ക് ഇന്നു മുതൽ ഉറക്കമില്ലല്ലേ? ഇന്ന് രാത്രി മുതൽ എനിക്ക് ഉറക്കമില്ല സാറേ. ഒരു കള്ളനെ പിടിച്ചു കൊടുത്തില്ലേ ഈ നാട്ടുകാരനെ കൊല്ലും, അറിയോ? അപ്പൊ ഇന്ന് രാത്രി മുതൽ താൻ ഉറങ്ങൂല? ഇന്ന് രാത്രി മുതൽ ഞാൻ ഉറങ്ങാതെ ഇതിലേക്ക് എഴുന്നേറ്റ് നടക്കും. പണിയായില്ല. എന്താ സാറേ? എന്തായാലും ഇതിരിക്കട്ടെ, ഒരു 500 ഇരിക്കട്ടെ. 500 രൂപ? എന്തായാലും താൻ ഉറക്കമുളയ്ക്കുവാണല്ലോ. അതെ. ആ മഞ്ഞ പിന്നടിച്ച വീട് കണ്ട? ഇല്ല, മഞ്ഞ പെയിന്റ് അടിച്ച വീടോ? ആ, രാത്രി 12 മണിയാകുമ്പോ അവിടുന്ന് കളിയും ചിരിയും ബഹളവും ഒച്ചപ്പാടൊക്കെ കേൾക്കും. ആ വീട്ടിൽ നിന്ന്? ആ, താനത് മൈൻഡ് ചെയ്യണ്ട. എന്താ സാറേ? എനിക്ക് അവിടെ ഒരു ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടേ. അതുപോലെ തന്നെ സാർ ആ പച്ച പെയിന്റ് അടിച്ച വീട് കണ്ടോ? ആ, കണ്ടോ? അവിടെ നിന്നും രാത്രി 12 മണിയാകുമ്പോ ഒരു ചെറിയ ചിരിയും ബഹളവും ഒക്കെ കേൾക്കും. സാറും അത് മൈൻഡ് ചെയ്യണ്ട. അതെന്താണോ? അല്ല, എനിക്കും ചെറിയൊരു ചിന്ന വീട് സെറ്റപ്പ്.
എടോ അത് എന്റെ വീടാണോ? ആണാ? ആ അല്ല, കറണ്ട് ഇല്ലാത്തപ്പോ എനിക്കും വേണ്ട ഒരു ചെറിയൊരു ജനറേറ്റർ. എടാ സെൽവ, അവിടെ നിന്നേ, നിന്നോട് എനിക്കൊരു കാര്യം പറയാൻ. എനിക്കൊരു 500 രൂപ വേണം. അതേ കിടക്കണ്. ഓണം വന്നാലും റംസാൻ വന്നാലും വിശേഷപ്പെട്ട ഏത് ദിവസം വന്നാലും നാട്ടുകാർക്ക് മൊത്തം ഈ സെൽവനെ വേണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അയ്യോ, ഒരു പുഴുങ്ങിയ ചിരി. ഈ കാശ് മേടിക്കാനുള്ള ചിരിയേ കാശ് തിരിച്ചു വരുമ്പോഴും കണ്ടാ മതിയായിരുന്നു. എടാ, നീ ഈ നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക്. ഞാൻ മേടിച്ചിട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അല്ല, കൊടുക്കാനുണ്ടോ? ആരെങ്കിലും കാശ് തന്നിട്ട് വേണ്ട തിരികെ കൊടുക്കാനും മേടിക്കാനും ഒക്കെ. അപ്പൊ 500 അല്ലേ ചോദിച്ചത്? 1000 അല്ലേ? 100 ആയിരുന്നില്ലേ? അല്ല, 500 വഴിക്കുവാ. 500 പിടി വിട്ടോ. അല്ലല്ലേ? കാശ് കിട്ടിയപ്പോ ഈ പുള്ളിക്ക് ഭ്രാന്തായോ? എന്റെ ദൈവമേ, തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. വെറുതെ ഇരുന്ന് ഉറക്കം തൂങ്ങണ്ട. കോട്ടൊക്കെ ഉണങ്ങിയോ നോക്ക്. നശിച്ച കോട്ടാണെങ്കിൽ ഉണങ്ങണമില്ല. ഞാൻ അപ്പോഴാ പറഞ്ഞത് ഈ കോട്ട് മേടിച്ച കാശ് കൊണ്ട് 2 തോക്ക് മേടിക്കാന്ന്. അപ്പൊ നീയാ പറഞ്ഞോ കോട്ടിട്ടാലും ഒരു വെയിറ്റ് ഉണ്ടാവുന്നു. ഇപ്പൊ എന്തായി? എടാ, കോട്ട്, തൊപ്പി, കണ്ണട, ഇതാണ് ആളുകളുടെ മുമ്പിലുള്ള സിഐഡികളുടെ ചിഹ്നം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോട്ടിട്ടാലേ ഒരു വെയിറ്റ് ഉണ്ടാവൂന്ന്. അത് ശരിയാ, കോട്ടിന്റെ വെയിറ്റ് കാരണം ബാക്കിയുള്ളവനത് ഇട്ടുകൊണ്ട് നടക്കാനും കൂടി വേല. വെറുതെ കണാവുണാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നേരം കളയരുത്. സമയം കളയാതെ കോട്ടുണങ്ങി എടുത്തോണ്ട് പോകാം. ബാ. കളിക്കരുത്, എന്റെ അടുത്ത് കളിക്കരുത്. കാശ് തരാതെ കോട്ട് തരുന്ന പ്രശ്നമില്ല. കാശുകൾ കിട്ടുമ്പോ കൊണ്ട് തരാന്ന് പറഞ്ഞില്ലേ? കോട്ട് സൂട്ട് മേടിച്ചാലും ഞാൻ എന്താ നിങ്ങളുടെയൊക്കെ അമ്മായിപ്പനോ? എന്റെ പൊന്നിയായിട്ട് ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ അവരെയും കൂടി താന്നേ. ഇനി ഒരു അവധി ഇല്ല. എന്റെ സെൽവൻ ചേട്ടാ, എങ്കിലും പ്ലീസ് സെൽവൻ ചേട്ടാ, കാശ് കിട്ടുമ്പോ കൊണ്ട് തരാം. കാശ് കിട്ടുമ്പോ കൊണ്ടുതരാന്നാ? എടാ, ഇനി ഈ സാധനം തരുന്ന ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പൊന്നിയായിട്ട് ഞങ്ങൾക്ക് അന്വേഷിക്കുന്ന കേസ് കിട്ടാത്തോണ്ടല്ലേ കാശ് കിട്ടാത്തത്. കേസിലേക്ക് അന്വേഷിച്ച് കണ്ടെത്തണം. എന്നിട്ട് കേസ് കിട്ടിയില്ലെങ്കിൽ സ്വയം ഒരു കേസ് ഉണ്ടാക്കിയിട്ട് അന്വേഷിക്കണം. ഓ എന്റെ സെൽവൻ ചേട്ടാ, അതിനൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കും. ഒരുപാട് സമയം ഉണ്ടെങ്കിൽ കോട്ട് തരുന്ന പ്രശ്നമില്ല. അയ്യോ അയ്യോ ചേട്ടാ, അതെ പെണ്ണുങ്ങൾ വന്നിയേട്ടാ. ചേട്ടാ, ഞങ്ങളുടെ മാനങ്ങളെ കാര്യം കൊടുത്തായിട്ടാ. നാണോ മാനമില്ലല്ലോ. ഈ കോട്ട് തരുന്ന പ്രശ്നമില്ല. കോട്ട് തരില്ല. എന്നിട്ട് കളിക്കരുത്. കോട്ട് തരില്ല. കോട്ട്. സെൽവൻ ചേട്ടാ, എന്താടാ? അയ്യേ പെണ്ണുങ്ങള്. അയ്യേ, മാനം പോയി. കോട്ടുതാടാ. എടാ, മുണ്ട് താടാ. കൂട്ടിയാ തരൂല. മുണ്ട് ഞങ്ങൾ തരില്ല. എടാ, എന്തിനാടാ മുണ്ട് താടാ? കൂട്ടിയാ തരൂല. മുണ്ട് ഞങ്ങൾ തരൂല. അവരടുത്തെത്തിയുടെ കോട്ടുതാടാ. എടാ, സിഐഡികൾ സത്യം. പാവം പിള്ളേരാ, മുണ്ടും മുണ്ടാഞ്ഞിട്ടാ മുണ്ടിക്കൊണ്ട് പോകുന്നത്. എന്നോട് മുണ്ടൂല്ലേ? വേണ്ട, മുണ്ടണമെന്നില്ല. അവിടെ ഇവിടെ കംപ്ലീറ്റ് അവിടെ നിന്ന് ഇവിടെ വരെ നമുക്ക് പോസ്റ്റ് ഇവിടെ കൊടുക്കാം. എങ്ങോട്ടേലും പോട്ടെ. പിന്നെ ചേട്ടോ, ഒരു കാര്യം പറയട്ടെ. പ്രഭാരം ചേട്ടോ, എന്തൊക്കെയുണ്ട്? ഇങ്ങനെയൊക്കെ പോകുന്നു. ഭാര്യക്കും കുട്ടിക്കും സുഖം തന്നെയല്ലേ? ചേച്ചിയെ ഞാൻ അന്വേഷിച്ചായി പറയണം. എന്റെ ഭാര്യ മരിച്ചിട്ട് 5 വർഷമായി. അത് കൊള്ളാം. അതെ, ഏതായാലും വീട്ടിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ സുഖം തന്നെയല്ലേ? ഓ, പരമസുഖം. അതെ, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയല്ലേ? അത് വരണ കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ പ്രഭാകരൻ ചേട്ടാ, ഞങ്ങളുടെ പാർട്ടി ജയിച്ച അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും റേഷൻ കട വഴി 2 രൂപയ്ക്ക് പുഴുക്കലരി വിതരണം ചെയ്യും. അതൊരിക്കലും നടക്കില്ല. എന്താ? 2 രൂപയ്ക്ക് പുഴുക്കലരി കൊടുത്താൽ ഗവൺമെന്റിന് എങ്ങനെ മുതലാവും? അതെന്താ അങ്ങനെ? എടാ, അതെന്താണെന്ന് വെച്ചാൽ പുഴു, കല്ല്, അരി, ഇത് 3ഉം കൂടി 2 രൂപയ്ക്ക് കൊടുത്താൽ സർക്കാരിന് എങ്ങനെ മുതലാവും? എങ്ങനെ നിലനിൽക്കും? അവന്റെ ഒരു പുഴുക്കലരി ഒന്ന് പോടാപ്പേ. നമ്മുടെ സെൽവൻ ചേട്ടൻ പറഞ്ഞതിലും ഒരു കാര്യമില്ലേ? എന്ത് കാര്യം? എടാ, നമുക്ക് തന്നെ ഒരു കേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ അന്വേഷിച്ചുകൂടെ? എന്റെ മനസ്സിലൊരു ബുദ്ധിയുണ്ട്. എന്ത് ബുദ്ധി? നമ്മൾ 2 പേരും കൂടി ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് നമ്മൾ കൈനോട്ടക്കാരുടെ വേഷത്തിൽ ആ വീട്ടിൽ കടന്നു ചെല്ലുന്നു. നാടോടിക്കാറ്റിൽ ദാസനും വിജയനും വേഷം മാറിയതുപോലെ. എന്നിട്ട് നമ്മൾ അവരോട് പറയുന്നു, കാണാതായ നിങ്ങളുടെ ആളെ രക്ഷിക്കാൻ ഈ നാട്ടിൽ കഴിവുള്ള 2 സിഐഡികളുണ്ടെന്ന്. എന്താ? നീ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരാളെ എവിടെ നിന്ന് തട്ടിക്കൊണ്ടു വരും? ശരിയാ. ദേ ഒരു പെണ്ണ്. മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടി തന്നെ ഈ കേസോടെ നമ്മൾ ഹിറ്റാകും.
മിണ്ടാതെ വാ വാ. നിക്കറെടുത്ത് എന്തിനാ? നിനക്കില്ലാത്ത നീ എടുത്തു, എനിക്കില്ലാത്ത ഞാൻ എടുത്തു. എടാ മണ്ട, എടാ ഈ മുണ്ടിട്ട് അവക്കടെ തലവഴി മൂടി അവളെ പൊക്കിക്കൊണ്ട് പോകാനല്ലേ ഞാനിതെടുത്തത്. അയ്യോ, അപ്പൊ പിന്നെ ഇത് അങ്ങോട്ട് കളാ. അയ്യേ എന്താണ് കാണിക്കണേ? അത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇതുവഴി പോയപ്പോ പെട്ടെന്ന് എന്റെ നിക്കറൂരി പോയതാ. എവിടെയാണ് ഇതിന്റെ വായു? ഇവിടെ എന്റെ അമ്മോ, ആ പെണ്ണ് എന്നാ കടിയാ കടിച്ചത്, പേപ്പട്ടി കടിച്ച പോലെ. കുറച്ചേരം കൂടി അവിടെ നിന്നായിരുന്നെങ്കിലേ അവള് പുറം മാന്തി പൊളിച്ച് തമിഴന്മാർ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ട പോലെ ആക്കി വെച്ച നീ പുറം. എന്തായാലും കാര്യം നടന്നത് തന്നെ. ഇവിടെ ആരുമില്ലേ? ആരാ? എന്ത് വേണം? ഞങ്ങൾ കൈനോട്ടക്കാരാണ്. ഫലം നോക്കി കൈ പറയും. കൈ നോക്കി ഫലം പറയും. അതെ. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. എന്തായി വായി നോക്കി നിൽക്കുന്നേ? അയ്യോ, ഞങ്ങൾ വായി നോക്കികളല്ല, ഞങ്ങൾ കൈ നോക്കികളാണ്. ഉള്ളത് പറയും, ഇല്ലാത്തത് പറയാൻ ഒരു മടിയുമില്ല. ആ കൈ തന്നെ. അല്ല, സാറിന്റെ ഭാര്യയെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണാതായില്ലേ? ആരെയെ കാണാതെയോ? മുറ്റം അടിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്റെ സേട്ട, ഇന്ന് ഈ കേസ് ഏറ്റെടുക്കാൻ ഇന്ന് ഈ ഭൂമിയിൽ സുറുസുറുക്കുള്ള 2 സിഐഡികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ജെയിംസും മറ്റത് ബോണ്ടും. ജെയിംസും ബോണ്ടും? ആ, അതാരാ? ഞങ്ങൾ തന്നെ. ഞങ്ങളല്ല, നല്ല പേരെടുത്ത. പേരെടുത്തതല്ല സാറേ, പേരെടുത്ത അവർ ഈ കേസ് ഏൽപ്പിക്കൂ. സാറിന്റെ ഭാര്യയെ പുഷ്പം പോലെ അവർ കൊണ്ടുതരും. എടോ, മുറ്റമടിച്ചപ്പോ കാണാതായിരുന്നു എന്റെ ഭാര്യ അല്ല, അവർ ഇവിടുത്തെ വേലക്കാരിയാ. ഒരു പരിധി വരെ നിങ്ങൾ പറയുന്നത് ശരിയാ. എന്റെ ഭാര്യയെ പോലെയൊക്കെ തന്നെ ആയിരുന്നു. ഇവറ്റികളൊക്കെ ചില സമയത്ത് വിശ്വസിക്കാനൊക്കെ കൊല്ലുന്നു. നമ്മുടെ കയ്യാ കാലം അറിയാതെ മുട്ടിപ്പോയാ ഉടനെ പിറക്കാൻ പോണ കുഞ്ഞിന്റെ തന്തയാവണം. അതെന്നെ കൊണ്ടുപോയിട്ടില്ല. കഷ്ടം. ഇതിപ്പോ വെയിലിരുന്ന സാധനത്തിനെടുത്ത് വേണ്ടാത്തോടത്ത് വച്ചെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഇനി ഇതിനെ എന്ത് ചെയ്യും? അതെന്നെ ഞാനും ചോദിക്കണേ, ഇതിനിപ്പോ എവിടെ കൊണ്ട കളയും? എന്റെ പൊന്നു പെങ്ങളെ, ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. അതുകൊണ്ട് പെങ്ങൾ ആ വീട്ടിൽ തന്നെ പോയി മുറ്റം അടിച്ച് ജീവിക്കും. ഞങ്ങളോട് ക്ഷമിക്കണം. ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ചു വിടാവേ. എവിടെയെങ്കിലും പോയി മുറ്റം അടിച്ച് ജീവിക്കട്ടെ. എവിടെയെങ്കിലും കൊണ്ടുവന്ന് അവിടെ കയറി ഇരുന്നോളാം. പോകരുത് പിന്നെ കേട്ടാ. അതെ, അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞാ മതി. കുറച്ചു ദിവസം കൂടി ഞാനവിടെ നിന്നിരുന്നെങ്കിലേ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ചൂണ്ടിക്കാണിക്കാൻ തന്തെങ്കിലും ഉണ്ടായേനെ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ പൊന്നു പെങ്ങൾ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നിസ്സാര പ്രശ്നമല്ലേ? അല്ലേ? അതെ അതെ, ചൂണ്ടിക്കാണിക്കാൻ കൊച്ചിന്റെ അച്ഛനെ പോരെ. ഉള്ള കാര്യം പറയാലോ. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ ബുദ്ധിയും ഇവനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോ ഇവനെ ചൂണ്ടിക്കാണിച്ചോ.